പണ്ടുപണ്ട് ഒരു രാജ്യമോ സ്വന്തമായൊരു ഭൂമിയോ തന്റെ പേര് നിലനിർത്താൻ ഒരു കുഞ്ഞോ ഇല്ലാതിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിനു താഴെ ഒരു വലിയ വാഗ്ദാനം മാത്രം നെഞ്ചിലേറ്റി നിന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ പേര് അബ്രഹാം എന്നായിരുന്നു. ഇത് അസാധ്യമായ വിശ്വാസത്തിന്റെ അത്ഭുത കഥയാണിത്. മെസപ്പൊട്ടേമിയയിലെ സമതലങ്ങളിലൂടെ പുരാതന നഗരങ്ങളിലെ പൊടിപടലങ്ങൾ വഹിച്ചുകൊണ്ട് കാറ്റ് മെല്ലെ വീശി. ആകാശത്തോളം തലയുയർത്തി നിൽക്കുന്ന വലിയ ക്ഷേത്രങ്ങളും മുക്കിലും മൂലയിലും വിഗ്രഹങ്ങളുമുള്ള ഊർ എന്ന മഹാനഗരത്തിൽ മറ്റു മനുഷ്യരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. മറ്റുള്ളവർ കല്ലിലും മണ്ണിലും തീർത്ത പ്രതിമകൾക്ക് മുന്നിൽ തലകുനിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ മറ്റെന്തോ ഒന്ന് ഉണരുകയായിരുന്നു. ജ്വലിക്കുന്ന സൂര്യനെ നോക്കി അബ്രഹാം ചിന്തിച്ചു, ഇതാണോ ദൈവം? എന്നാൽ വൈകുന്നേരമായപ്പോൾ ആ സൂര്യൻ അസ്തമിച്ചു. രാത്രിയിൽ തിളങ്ങുന്ന ചന്ദ്രനെ നോക്കി അവൻ വീണ്ടും ചോദിച്ചു, ഇതാണോ ആ ദൈവം? എന്നാൽ ചന്ദ്രന്റെ പ്രകാശവും മങ്ങിപ്പോയി. ആകാശത്ത് ചിതറിക്കിടക്കുന്ന എണ്ണമറ്റ നക്ഷത്രങ്ങളെ അവൻ നോക്കി നിന്നു. എന്നാൽ പ്രഭാതമായപ്പോൾ അവയും അപ്രത്യക്ഷമായി. അങ്ങനെ അബ്രഹാം ശാന്തവും എന്നാൽ തീവ്രവുമായ ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നു. സത്യദൈവം ഇതിനേക്കാളൊക്കെ വലിയവനായിരിക്കണം. ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നവയേക്കാൾ, മങ്ങിപ്പോകുന്നവയേക്കാൾ വലിയവൻ. സൃഷ്ടിയല്ല, മറിച്ച് എല്ലാം സൃഷ്ടിച്ചവനായിരിക്കണം അവൻ. വിഗ്രഹങ്ങളിൽ മുങ്ങിക്കിടന്ന ഒരു ലോകത്ത് അബ്രഹാം കാണാൻ കഴിയാത്ത ആ ദൈവത്തെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ പിതാവായ തേരഹ് സ്വന്തം നാടായ ഊർ വിട്ട് കാനാൻ ദേശത്തേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ആ യാത്ര പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവർ ഹാരാൻ എന്ന സ്ഥലത്ത് താവളമടിച്ചു. അവിടെ വെച്ചാണ് ദൈവം അവനോട് നേരിട്ട് സംസാരിച്ചത്. ഒരു രാത്രിയിൽ ആ ശബ്ദം അവനെ തേടിയെത്തി. അത് ക്ഷേത്രങ്ങളിൽ നിന്നോ പ്രതിമകളിൽ നിന്നോ മുഴങ്ങിയതായിരുന്നില്ല. അവന്റെ ആത്മാവിലേക്കുള്ള ഒരു മന്ത്രിക്കൽ പോലെയായിരുന്നു അത്. നിന്റെ ദേശത്തെയും ജനത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക. വഴിത്തിരിവുകളില്ല, ലക്ഷ്യസ്ഥാനമില്ല, യാതൊരു വിശദീകരണവുമില്ല. വെറുമൊരു കൽപ്പനയും ഒരു വാഗ്ദാനവും മാത്രം. ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും. അബ്രഹാമിനപ്പോൾ 75 വയസ്സായിരുന്നു പ്രായം. ഭാര്യ സാറ വന്ധ്യയായിരുന്നു. അവർക്കൊരു കുഞ്ഞില്ലായിരുന്നു. ഒരവകാശിയുമില്ലായിരുന്നു. മഹത്വത്തിലേക്കുള്ള യാതൊരു വഴിയും അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൻ പോയി. അങ്ങനെ സഹോദരപുത്രനായ ലോത്തിനെയും ഒപ്പം തനിക്കുണ്ടായിരുന്ന സകല സമ്പത്തും ഭൃത്യന്മാരെയും കൂട്ടി കാനാൻ ദേശത്തേക്ക് യാത്ര തിരിച്ചു. അവൻ ഊർ നഗരത്തിലെ പരിചിതമായ തെരുവുകൾ ഉപേക്ഷിച്ചു. സുരക്ഷയും സൗകര്യങ്ങളും അവൻ ഉപേക്ഷിച്ചു. കാണാൻ കഴിയാത്ത ഒരു ദൈവത്തിന്റെ ശബ്ദം മാത്രം വിശ്വസിച്ച് അവൻ അജ്ഞാതമായ ആ യാത്ര ആരംഭിച്ചു. ലക്ഷ്യസ്ഥാനം അറിയുക എന്നതല്ല വിശ്വാസം, മറിച്ച് നമ്മെ നയിക്കുന്നവനെ വിശ്വസിക്കുക എന്നതാണ്. ആ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. മരുഭൂമിയിലെ സൂര്യൻ ഭൂമിയെ ചുട്ടുപഴുപ്പിച്ചു. അവിടെ കഠിനമായ ക്ഷാമമുണ്ടായി. ഭയത്തിന്റെ നിമിഷങ്ങളും വീഴ്ചകളുമുണ്ടായി. അബ്രഹാം പൂർണ്ണനായിരുന്നില്ല. അവൻ ഇടറി വീഴുകയും സംശയിക്കുകയും ചെയ്തു. വിശപ്പകറ്റാൻ വഴിയില്ലാതെ വന്നപ്പോൾ അബ്രഹാമും കുടുംബവും ഈജിപ്തിലേക്ക് അഭയം തേടിപ്പോയി. അവിടെ എത്തുന്നതിനു മുൻപ് അബ്രഹാമിന്റെ ഉള്ളിൽ വലിയൊരു ഭയം തോന്നി. തന്റെ ഭാര്യ സാറ അതിമനോഹരിയായിരുന്നതിനാൽ അവളെ സ്വന്തമാക്കാൻ അവിടെയുള്ളവർ തന്നെ കൊല്ലുമെന്ന് അവൻ ഭയന്നു. അതിനാൽ അവൾ തന്റെ സഹോദരിയാണെന്ന് പറയാൻ അബ്രഹാം അവളോട് ആവശ്യപ്പെട്ടു. തന്നെ ഇതുവരെ കാത്തുരക്ഷിച്ച ദൈവത്തോടുള്ള അബ്രഹാമിന്റെ വിശ്വാസക്കുറവായിരുന്നു ഈ പ്രവൃത്തി കാണിക്കുന്നത്. അവർ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ രാജാവ് സാറയുടെ സൗന്ദര്യം കണ്ടു മയങ്ങി അവിടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും പകരമായി അബ്രഹാമിന് ധാരാളം സമ്പത്ത് നൽകി ഒരു രാജാവിനെപ്പോലെ പരിഗണിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം ഇതിൽ ഒട്ടും സംപ്രീതനായിരുന്നില്ല. തന്റെ നീതി നടപ്പിലാക്കാൻ രാജാവിനെയും കൂട്ടരെയും ദൈവം വലിയ പകർച്ചവ്യാധികൾ നൽകി കഠിനമായി ശിക്ഷിച്ചു. ഒടുവിൽ താൻ കൊട്ടാരത്തിൽ കൊണ്ടുവന്നത് അബ്രഹാമിന്റെ ഭാര്യയെയാണെന്ന സത്യം മനസ്സിലാക്കിയ രാജാവ് വലിയ ദൈവത്തെ ഭയന്നുവിറച്ച് അബ്രഹാമിനെയും ഭാര്യയെയും അവർക്ക് ലഭിച്ച വലിയ സമ്പത്തും നൽകി അവിടെ നിന്ന് വേഗം പറഞ്ഞയച്ചു. അങ്ങനെ തിരികെ കാനാനിലെത്തിയ അബ്രഹാമിന്റെയും ലോത്തിന്റെയും കയ്യിൽ ഒരിടത്ത് ഒരുമിച്ച് താമസിക്കാൻ കഴിയാത്തത്ര വലിയ സമ്പത്തുണ്ടായിരുന്നു. അതിനാൽ അവർ തമ്മിൽ പിരിയാൻ തീരുമാനിക്കുകയും ലോത്ത് സോദോം ഗൊമോറ എന്നീ നഗരങ്ങൾക്കടുത്തുള്ള കിഴക്കൻ സമതലങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം പടിഞ്ഞാറ് ഭാഗത്ത് മമ്രയിലെ ഓക്കുമരങ്ങൾക്ക് സമീപം താവളമടിക്കുകയും ചെയ്തു.
അക്കാലത്ത് ആ പ്രദേശത്ത് 4 അതിശക്തരായ രാജാക്കന്മാർ ചേർന്ന് സോദോമിലെയും ഗൊമോറയിലെയും ഉൾപ്പെടെ 5 നഗരങ്ങളിലെ രാജാക്കന്മാരുമായി വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. എന്നാൽ 5 രാജാക്കന്മാർക്ക് ഈ 4 രാജാക്കന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. സോദോമിലും ഗൊമോറയിലും കടന്നുകയറിയ ശത്രുക്കൾ അവിടെയുള്ള സകലതും കൊള്ളയടിക്കുകയും കൂട്ടത്തിൽ അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവനുണ്ടായിരുന്ന സകലതും തടവുകാരായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ അബ്രഹാം ഒട്ടും ഭയന്നില്ല. തനിക്കൊപ്പം സ്വന്തം ഭവനത്തിൽ തന്നെ യുദ്ധപരിശീലനം ലഭിച്ച 318 ധീരന്മാരുമായി അവൻ ശത്രുക്കളുടെ പിന്നാലെ പാഞ്ഞു. അതിശക്തരായ ആ രാജാക്കന്മാരെ ദമാസ്കസ് വരെ പിന്തുടർന്ന് പരാജയപ്പെടുത്തി അബ്രഹാം തന്റെ സഹോദരപുത്രനായ ലോത്തിനെയും നഷ്ടപ്പെട്ട സകല സമ്പത്തും ധീരമായി തിരികെ പിടിച്ചു. ഈ വലിയ വിജയത്തിനു ശേഷം മടങ്ങിവരുമ്പോൾ ശാവേ താഴ്വരയിൽ വെച്ച് 2 രാജാക്കന്മാർ അബ്രാഹമിനെ സ്വീകരിക്കാനെത്തി. അതിലൊരാൾ നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവായ മൽക്കീസേദക്കായിരുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്ന അദ്ദേഹം അബ്രാഹമിന് അപ്പവും വീഞ്ഞും നൽകി ദൈവത്തിന്റെ നാമത്തിൽ അവനെ ഹൃദയപൂർവ്വം അനുഗ്രഹിച്ചു. ദൈവത്തോടുള്ള നന്ദിസൂചകമായി അബ്രാഹം സകല സമ്പത്തിൽ നിന്നും 10 മൽക്കീസേദക്കിന് നൽകി. അവിടെ വന്ന 2ാമത്തെ രാജാവ് സോദോമിലെ ദുഷ്ടനായ രാജാവായിരുന്നു. ശത്രുക്കളിൽ നിന്നും തിരികെ പിടിച്ച സമ്പത്തെല്ലാം അബ്രാഹമിനെ എടുത്തുകൊള്ളാനും ആളുകളെ മാത്രം തനിക്ക് തിരികെ നൽകാനും ആ രാജാവ് ആവശ്യപ്പെട്ടു. എന്നാൽ അബ്രാഹം അത് തീർത്തും നിരസിച്ചു. അത്യുന്നതനായ ദൈവത്തോട് താനൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നും ഞാനാണ് അബ്രാഹമിനെ സമ്പന്നനാക്കിയത് എന്ന് നാളെ ഈ ദുഷ്ടനായ രാജാവ് അവകാശപ്പെടാതിരിക്കാൻ ഒരു നൂലോ ചെരിപ്പുവാറോ പോലും താൻ ആ സമ്പത്തിൽ നിന്ന് എടുക്കില്ലെന്നും അബ്രാഹം ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ സകല ആവശ്യങ്ങളും നിറവേറ്റുന്നത് തന്നെ വിളിച്ച യഥാർത്ഥ ദൈവം മാത്രമാണെന്ന വലിയ വിശ്വാസമാണ് ആ നിമിഷം അബ്രാം ലോകത്തിന് കാണിച്ചുകൊടുത്തത്. ദൈവം വലിയ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും വർഷങ്ങൾ കടന്നുപോയിട്ടും അബ്രാഹമിനും സാറയ്ക്കും മക്കളുണ്ടായിരുന്നില്ല. അവർക്ക് ഏകദേശം 100 വയസ്സോടടുക്കാറായിരുന്നു. അപ്പോൾ സാറ സ്വന്തം ബുദ്ധിയിലൊരു വഴി കണ്ടെത്തി. അവൾ തന്റെ ദാസിയായ ഹാഗാറിനെ അബ്രാഹമിന് ഭാര്യയായി നൽകി. അങ്ങനെ ഹാഗാറിലൂടെ അബ്രാഹമിന് ഇഷ്മായേൽ എന്നൊരു മകൻ ജനിച്ചു. എന്നാൽ ദൈവം വീണ്ടും അബ്രാഹമിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സർവശക്തനായ താൻ അവനുമായി എന്നേക്കുമായി ഒരു വലിയ ഉടമ്പടി സ്ഥാപിക്കുകയാണെന്ന് അരുളിച്ചെയ്തു. 1 വർഷം കഴിഞ്ഞാൽ സാറായിക്കൊരു മകൻ ജനിക്കുമെന്ന് മമ്രയിലെ ഓക്കുമരങ്ങൾക്ക് സമീപത്തുവെച്ച് ദൈവം അബ്രാഹമിനെ അറിയിച്ചു. അവനത് വിശ്വസിച്ചു. തെളിവുകൾ കണ്ടതുകൊണ്ടല്ല, മറിച്ച് തന്നോട് സംസാരിച്ചവനെ അറിയാവുന്നതുകൊണ്ട് അവൻ വിശ്വസിച്ചു. ആ വിശ്വാസം അവന് നീതിയായി കണക്കാക്കപ്പെട്ടു. അവന്റെ പ്രവൃത്തികളോ പൂർണ്ണതയോ അല്ല, മറിച്ച് അവന്റെ വിശ്വാസം. എന്നിട്ടും സമയം അവനെ വീണ്ടും പരീക്ഷിച്ചു. വാഗ്ദാനം വീണ്ടും ആവർത്തിക്കുന്നത് കേട്ടപ്പോൾ സാറ ചിരിച്ചു. 90 വയസ്സിനടുത്തു പ്രായമുള്ള ഒരു സ്ത്രീ എങ്ങനെ ഗർഭം ധരിക്കും? 100 വയസ്സുള്ള ഒരു മനുഷ്യൻ എങ്ങനെ പിതാവാകും? എന്നാൽ ദൈവം സംസാരിക്കുമ്പോൾ പ്രകൃതി നിയമങ്ങൾ പോലും തലകുനിക്കും. വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ പ്രതീക്ഷകൾക്കും എല്ലാ സാമൂഹിക യുക്തിക്കും കടന്നുപോകുന്ന സമയത്തിനുമെതിരെ ഇസ്ഹാക്ക് ജനിച്ചു. ആ നിമിഷമൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പതിറ്റാണ്ടുകളായി കാത്തിരുന്ന കുഞ്ഞിനെ അബ്രാഹം കൈകളിലെടുത്തു. അവന്റെ ചുക്കിച്ചുളിഞ്ഞ കൈകളിൽ ആ കുഞ്ഞുവിരലുകൾ മുറുകെ പിടിച്ചു. നിശബ്ദത മാത്രമറിഞ്ഞിരുന്ന ആ കൂടാരത്തിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റൊലിക്കൊണ്ടു. ഇസ്ഹാക്ക്. ആ പേരിന്റെ അർത്ഥം ചിരി എന്നാണ്. വാഗ്ദാനത്തിന് ഇപ്പോൾ ജീവൻ വച്ചിരിക്കുന്നു. ഇസ്ഹാക്കിന്റെ ഓരോ പുഞ്ചിരിയും ദൈവം തന്റെ വാക്ക് പാലിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു. ആ കുട്ടിവെച്ച ഓരോ ചുവടും വിശ്വാസം ഒരിക്കലും വ്യർത്ഥമാകില്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. ഇസ്ഹാക്ക് ജനിച്ചതിനുശേഷം സാറായുടെ കടുത്ത നിർബന്ധപ്രകാരം ഇഷ്മായേലിനെയും അമ്മയായ ഹാഗാറിനെയും അബ്രാഹം ആവശ്യമായ ഭക്ഷണവും വെള്ളവും നൽകി കിഴക്കൻ മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ ദൈവത്തിന്റെ വലിയ കാരുണ്യം അവിടെയും അവർക്ക് തുണയായി. മരുഭൂമിയിലെ ഒരു നദിക്കരയിൽ വെച്ച് ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ഇഷ്മായേലിൽ നിന്ന് അറേബ്യയിലെ 12 രാജാക്കന്മാരുണ്ടാകുമെന്ന് വാഗ്ദാനം നൽകി അവരെ സംരക്ഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഏതു മനുഷ്യന്റെയും ഹൃദയത്തെ പിടിച്ചുകുലുക്കുന്ന ആ വലിയ പരീക്ഷണം വന്നത്. നിന്റെ മകനെ, ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് പോകുക, അവിടെ അവനെ ബലിയർപ്പിക്കുക. ആ വാക്കുകൾ ഒരു വാളുപോലെ അവന്റെ ഹൃദയത്തിൽ തുളച്ചുകയറിയിരിക്കണം. അത് വാഗ്ദാനത്തിന്റെ കുഞ്ഞായിരുന്നു, അത്ഭുത ശിശു, എല്ലാ പ്രതീക്ഷകളുടെയും സാക്ഷാത്കാരം. ആ ആവശ്യം യാതൊരർത്ഥവുമില്ലാത്തതായിരുന്നു. ദൈവം മുമ്പ് പറഞ്ഞതിനെല്ലാം വിരുദ്ധമായിരുന്നു അത്.
എന്നാൽ പിറ്റേന്ന് അതിരാവിലെ അബ്രഹാം എഴുന്നേറ്റു. യാതൊരു തർക്കവുമില്ല, യാതൊരു കാലതാമസവുമില്ല. അബ്രഹാം യാതൊരു മടിയും കൂടാതെ അതിരാവിലെ എഴുന്നേറ്റ് വിറകും സജ്ജമാക്കി മകനുമായി യാത്ര തിരിച്ചു. 3 ദിവസം അവർ ആ പർവ്വതത്തിലേക്ക് നടന്നു. സ്വർഗ്ഗത്തിന്റെ മുഴുവൻ ഭാരവും നെഞ്ചിലേറ്റിയുള്ള 3 ദിവസങ്ങൾ. മുന്നിലെന്താണ് കാത്തിരിക്കുന്നതെന്നറിയാതെ തന്റെ കൂടെ നടക്കുന്ന മകനെ നോക്കിക്കൊണ്ടുള്ള 3 ദിവസങ്ങൾ. ഇസഹാക്ക് സ്വന്തം ചുമലിലാണ് വിറകു ചുമന്നത്. യാത്രയ്ക്കിടയിൽ അവൻ മുകളിലേക്ക് നോക്കി ചോദിച്ചു, അപ്പാ, നമ്മുടെ കയ്യിൽ തീയും വിറകുമുണ്ട്, എന്നാൽ ബലിക്കുള്ള കുഞ്ഞാടെവിടെ? അബ്രഹാമിന്റെ ശബ്ദം വിറച്ചിട്ടുണ്ടാകാം, എങ്കിലും അതിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ദൈവം തന്നെ ബലിക്കുള്ള കുഞ്ഞാടിനെ കരുതിക്കൊള്ളും. പർവ്വതമുകളിൽ അബ്രഹാം യാഗപീഠം പണിതു, വിറകടുക്കിവെച്ചു, തന്റെ മകനെ അവൻ ബന്ധിച്ചു. ആ നിമിഷത്തിലെ നിശബ്ദത നിങ്ങൾക്കനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? കാറ്റ് ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്നു. സ്വർഗ്ഗം ഉറ്റുനോക്കുന്നു. അബ്രഹാം തന്റെ കൈയിലെ കത്തി ഉയർത്തിയതും പെട്ടെന്ന് ദൈവത്തിന്റെ ശബ്ദം അവനെ തടഞ്ഞു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. മറ്റ് സകലതിനേക്കാളും ഉപരിയായി നീ എന്നെ ബഹുമാനിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് ദൈവം അരുളിച്ചെയ്തു. അപ്പോൾ അബ്രഹാം അവിടെ കാട്ടിൽ കൊമ്പുടക്കി നിൽക്കുന്ന ഒരു ആടിനെ കാണുകയും തന്റെ പ്രിയപ്പെട്ട മകന് പകരമായി ആ ആടിനെ ദൈവത്തിന് ബലി നൽകുകയും ചെയ്തു. അങ്ങനെ പരീക്ഷണത്തിന്റെ പർവ്വതം കരുതലിന്റെ പർവ്വതമായി മാറി. വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. 127 വയസ്സിൽ സാറാ മരിച്ചു. അപ്പോൾ അബ്രഹാം 400 വെള്ളിക്കാശ് വില കൊടുത്ത് എഫ്രോൺ എന്നൊരാളിൽ നിന്നും സ്വന്തമായി വാങ്ങിയ വലിയൊരു ഗുഹയിൽ അവളെ അടക്കം ചെയ്തു. ഒടുവിൽ 175 വയസ്സിൽ അബ്രഹാമും ഈ ലോകത്തോട് വിട പറഞ്ഞു. അന്ന് അബ്രഹാമിന്റെ മക്കളായ ഇസഹാക്കും ഇശ്മായേലും ഒന്നിച്ചു ചേർന്ന് തങ്ങളുടെ പിതാവിനെ സാറായുടെ അരികിൽ ആ ഗുഹയിൽ തന്നെ അടക്കം ചെയ്തു. വിറയ്ക്കുന്ന പ്രതീക്ഷകളുള്ള ഒരു വൃദ്ധനിൽ നിന്ന് ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു തലമുറ പിറവിയെടുക്കുമായിരുന്നു. അബ്രഹാം ആ വലിയ ചിത്രം മുഴുവനായും കണ്ടില്ല. തനിക്ക് ശേഷം വരാനിരിക്കുന്ന എണ്ണമറ്റ തലമുറകളെ അവൻ കണ്ടില്ല. തന്റെ രക്തത്തിൽ നിന്ന് രാജാക്കന്മാർ ഉദിക്കുന്നതവൻ കണ്ടില്ല. തന്റെ കഥ നൂറ്റാണ്ടുകളിലൂടെ മുഴങ്ങിക്കേൾക്കുന്നതും രാജ്യങ്ങളിലുടനീളം വിശ്വാസത്തെ രൂപപ്പെടുത്തുന്നതും അവൻ കണ്ടില്ല. തന്നെ വിളിച്ച ശബ്ദത്തെ വിശ്വസിച്ച് അവൻ ഓരോ ചുവടായി മുന്നോട്ടു നടന്നു. അതാണ് വിശ്വാസത്തിന്റെ ശക്തി. മനുഷ്യന്റെ തെറ്റുകൾക്കിടയിലും അവരെ എപ്പോഴും വഴി നടത്തുന്ന ദൈവത്തിന്റെ വലിയ കാരുണ്യത്തിന്റെയും ഒരു സാധാരണ മനുഷ്യന്റെ അചഞ്ചലമായ വിശ്വാസത്തിന്റെയും മഹത്തായ ചരിത്രമായി ഈ കഥ ഇന്നും നിലനിൽക്കുന്നു.